നമസ്കാരം. KPCC നേതൃമാറ്റത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. നിലവിൽ അധ്യക്ഷനായ കെ സുധാകരനെ നേതൃമാറ്റത്തിന്റെ അനിവാര്യത ഹൈക്കമാൻഡ് പറഞ്ഞു ബോധ്യപ്പെടുത്തിയതായാണ് സൂചന. പക്ഷേ സുധാകരൻ അതിന് ഇന്നലെ വരെ വഴങ്ങിയതുമില്ല. ഇന്നും അങ്ങനെ തന്നെയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമാണ് താൻ KPCC അധ്യക്ഷനായത്. അതിനുശേഷം എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണിയെ തറപ്പറ്റിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടി. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും താൻ പാർട്ടിയെ നയിച്ചാൽ എന്താണ് കുഴപ്പമെന്നാണ് സുധാകരന്റെ ചോദ്യം. ആര് വിചാരിച്ചാലും തന്നെ പുറത്താക്കാൻ കഴിയില്ല എന്നാണ് ഇന്നലെ സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പിന്നീട് സുധാകരനുമായി മാരത്തോൺ ചർച്ചകൾ നടത്തിയെന്നും നേതൃമാറ്റത്തിന്റെ അനിവാര്യത അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയെന്നുമാണ് സൂചന. എന്താണ് ആ അനിവാര്യത? കോൺഗ്രസ് നേതൃത്വം ദുർബലമാണെന്നും നേതാക്കൾ തമ്മിൽ ഐക്യമില്ല എന്നും മുസ്ലിം ലീഗ് അടക്കമുള്ള UDF ഘടകകക്ഷികൾ അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ല. പരസ്യമായി പോലും ഇരു നേതാക്കളും തമ്മിൽ തല്ലുന്നത് കേരളം കണ്ടതാണ്. ഈ സാഹചര്യത്തിൽ നിർണായകമായ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സുധാകരന്റെ നേതൃത്വത്തിൽ നേരിടുന്നത് ശരിയല്ല എന്നാണ് നേതാക്കളുടെ അഭിപ്രായം. BJP സംസ്ഥാനത്ത് ശക്തി ആർജിക്കുകയാണ്. ഓരോ മണ്ഡലത്തിലും BJPയുടെ വോട്ട് വിഹിതം ഉയരുമ്പോൾ ഇടതുമുന്നണിയുമായുള്ള മത്സരം കടുത്തതാകുമെന്നും നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. മൂന്നാമതും LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ മുന്നണി മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുമെന്നതും നേതാക്കളെ കുഴയ്ക്കുന്നുമുണ്ട്. പക്ഷേ ഇന്നലെ സുധാകരനെ ബോധ്യപ്പെടുത്തിയ ആ അനിവാര്യത ഇതൊന്നുമല്ല. അത് മതേതര കേരള ബോധപൂർവം ചർച്ച ചെയ്യാത്ത കാര്യമാണ്. മുൻപം വിഷയത്തോടെ സംസ്ഥാനത്താകെ ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകുന്നു. തീവ്ര മുസ്ലിം വോട്ടുകൾ LDF കൊണ്ടുപോയതോടെ കോൺഗ്രസ് വലിയ ക്ഷീണത്തിലാണ്. BJPയെ ഇഷ്ടപ്പെടാത്ത ക്രിസ്ത്യൻ പുരോഹിതന്മാരുമുണ്ട്. ഇവരെ ഉപയോഗപ്പെടുത്തി BJPയിലേക്കുള്ള ക്രിസ്ത്യൻ വോട്ടിന്റെ ഒഴുക്ക് തടയാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ്. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന 5 ബിഷപ്പുമാരാണത്രേ. ഈ പണിയെടുക്കാൻ ബിഷപ്പുമാർ ആവശ്യപ്പെട്ടത് ക്രിസ്ത്യൻ KPCC അധ്യക്ഷനെയാണ്. നിലവിലെ ഹിന്ദു പ്രസിഡന്റിനെ മാറ്റണം, പകരം ഒരു ക്രിസ്ത്യാനിയെ പ്രസിഡന്റാക്കണം. സുധാകരനെ മാറ്റി ആന്റണിയെ KPCCയുടെ അധ്യക്ഷനാക്കണം. വലിയ സമ്മർദ്ദമാണത്രേ ഈ ബിഷപ്പുമാർ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മേൽ ഓരോ ദിവസവും ചെല്ലുന്തോറും ഇട്ടുകൊണ്ടിരിക്കുന്നത്. മതേതരത്വം പൂത്തുലഞ്ഞു നിൽക്കുന്ന കേരളത്തിൽ ഒരു ദേശീയ പാർട്ടിയുടെ അധ്യക്ഷൻ ഇന്ന മതക്കാരനാകണമെന്ന് ഒരു വിഭാഗം ശാഠ്യം പിടിക്കുന്നുണ്ട്. അത് പാർട്ടി ദേശീയ നേതൃത്വം അംഗീകരിക്കുന്നു. നിലവിലെ പ്രസിഡന്റിനെ തൂക്കി പുറത്തെറിയുന്നു. വളരെ നല്ല കാര്യം. സുധാകരനെ മാറ്റി ഇന്നോ നാളെയോ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.